IHS ചാർജസിന്റെ റീഫണ്ടിന് എലിജിബിൾ ആയിട്ടുള്ള കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അത് ആരൊക്കെയാന്ന് നമുക്ക് നോക്കാം. 6 വീക്സ് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെയിൽ കിട്ടും, യുവർ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട്. നേരെ എമൗണ്ട് കയറാൻ പോകുന്നത് ആ ഒരു ക്രെഡിറ്റ് കാർഡിലായിരിക്കും. നിങ്ങൾക്ക് എമൗണ്ട് കിട്ടത്തില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വില്ലൻസ് വ്ലോഗ്. അപ്പോൾ നമ്മളിത് വന്നിരിക്കുന്നത്, നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, IHS ചാർജസ് എങ്ങനെ റീഫണ്ട് ചെയ്യാം, നമുക്ക് UK വരുന്ന സ്റ്റുഡൻസിന് ആ ഒരു ഫണ്ട് എങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാനിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ IHS ചാർജസ് എന്ന് പറഞ്ഞാൽ ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ UK വിസ ആപ്ലിക്കേഷൻ ഫീയോടൊപ്പം തന്നെ നമ്മൾ ഇതും കൂടി ചെയ്തിരിക്കും. എപ്പോഴും നമ്മൾ ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസിനോട് കൂടി തന്നെ പേ ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ് IHS ചാർജസിൻ്റെ. സോ അതൊരു 75,000 അടുത്ത് വരും. അപ്പോൾ അത് എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ളതാണ് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. IHS ചാർജസിന്റെ റീഫണ്ടിന് എലിജിബിൾ ആയിട്ടുള്ള കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അത് ആരൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, NHSലോ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമുകളിലോ, ഇവരാണ് IHS ചാർജസിന്റെ റീഫണ്ടിന് എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ നമ്മൾ ഫുൾ ടൈം ആയിട്ടോ പാർട്ട് ടൈം ആയിട്ടോ NHSലോ നഴ്സിംഗ് ഹോമുകളിലോ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർ 6 മാസമെങ്കിലും മിനിമം വർക്ക് ചെയ്യുക. അപ്പോൾ അവർക്ക് എല്ലാ മാസവും കിട്ടുന്ന പേ സ്ലിപ്പുകൾ, 6 മാസം പേ സ്ലിപ്പ് PDF ആയിട്ട് ഒന്നിച്ച് നമ്മൾ വെക്കുക. അപ്പോൾ നമ്മൾ IHS ചാർജസിൻ്റെ റീഫണ്ടിന് വേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോമിൽ ജസ്റ്റ് ഹൗ ടു ഗെറ്റ് IHS ചാർജസ് റീഫണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു UKയുടെ വെബ്സൈറ്റ് കാണാം. അതിൽ നമ്മൾ കയറുക. അല്ലാത്തവർക്കാണെങ്കിൽ ഞാൻ താഴെ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം, അതിൽ കയറിയാൽ മതിയാവും. അപ്പോൾ ആ താഴെ കൊടുത്തിരിക്കുന്ന ആ ലിങ്കിൽ നമ്മൾ കയറിയിട്ട് അതിൻ്റെ ഏറ്റവും അടിയിലായിട്ട് സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഒരു ഗ്രീൻ കളറിൽ സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അവർ ചോദിക്കും, നിങ്ങൾ ടയർ 2 ഉള്ളതാണോ, സ്കിൽഡ് വർക്കർ ആണോ, ടയർ 2 ഉള്ളതാണോ, ടയർ 5 ഉള്ളതാണോ, അല്ലെങ്കിൽ അതേഴ്സ് ആണോ. അപ്പോൾ ടയർ 2 എന്ന് പറഞ്ഞാൽ സ്കിൽഡ് വർക്കറിന് വേണ്ടിയുള്ളതാണ് ടയർ 2. നമ്മൾ സ്റ്റുഡൻസ് ആണെങ്കിൽ ടയർ 4 ആണ് സ്റ്റുഡൻറ്റിൻ്റെ കാറ്റഗറി. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഓപ്ഷൻ എന്ന് വെച്ചാൽ അതേഴ്സ് ആണ്. അപ്പോൾ ടയർ 4 അവിടെ കാണാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതേഴ്സ് കൊടുക്കുക. അതിൽ കയറിയിട്ട് അവർ ചോദിക്കും, നിങ്ങൾ ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതിന് യെസ് കൊടുക്കുക. അതിനുശേഷം അവർ ജനറലായിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കും. അതായത് നിങ്ങളുടെ പാസ്പോർട്ടിൽ കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഈ കാര്യങ്ങളൊക്കെ ചോദിക്കും. അതൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിന് മുന്നായിട്ട് നമ്മൾ എടുത്തു വെക്കേണ്ട കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ 6 months എങ്കിലും ഹെൽത്ത് കെയർ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ നിങ്ങൾക്ക് കിട്ടുന്ന പേ സ്ലിപ്പ്, അതായത് സാലറി സ്ലിപ്പ് 6 മാസത്തെ PDF ആയിട്ട് ഒരു ഒറ്റ PDF ആയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ അതിലവർ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ലിങ്കിൽ കയറിയിട്ട് അപ്ലോഡ് ചെയ്യുക. ഇത്രത്തോളം ചെയ്യുക. ഇതോടെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇനി നമ്മളൊരു 6 ആഴ്ചക്കാലം 6 വീക്സ് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മെയിൽ കിട്ടും, യുവർ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട്. ആ സക്സസ്ഫുൾ ആയതിനു ശേഷം നമുക്കൊരു 2 അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ നമ്മളുടെ ക്രെഡിറ്റ് കാർഡിലെ എമൗണ്ട് കയറിയിരിക്കും. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ വിസ ആപ്ലിക്കേഷനോ IHS ചാർജസും വെക്കേണ്ടത് നിങ്ങളുടെ തന്നെ സ്വന്തം ക്രെഡിറ്റ് കാർഡിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന അവരുടെ ക്രെഡിറ്റ് കാർഡിലോ, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യുക. കാരണം പല കുട്ടികളും, പല സ്റ്റുഡൻസ് നമ്മളിവിടെ കയറി വന്ന ആൾക്കാർ ഏജൻസീനെ കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്, അവരുടെ ക്രെഡിറ്റ് കാർഡിൽ ചെയ്യിപ്പിക്കാറുണ്ട്. അവരുടെ ക്രെഡിറ്റ് കാർഡിൽ ചെയ്യിപ്പിച്ചാലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതിന് ആപ്ലിക്കേഷൻ വെച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയാൽ നേരെ എമൗണ്ട് കയറാൻ പോകുന്നത് ആ ഒരു ക്രെഡിറ്റ് കാർഡിലായിരിക്കും. നിങ്ങൾക്ക് എമൗണ്ട് കിട്ടത്തില്ല. സോ മെയിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക, നമ്മൾ ഏത് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ടാണ് പേയ്മെൻറ്റ് ചെയ്തേക്കുന്നത്. ഒരു കാര്യം കൂടി വിട്ടുപോയി, നമ്മൾ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ നമ്മുടെ ചാർജസ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഡിപ്പെൻഡൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് ഹസ്ബൻഡ് അല്ലെങ്കിൽ കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരും കൂടി ആപ്ലിക്കേഷൻ വെക്കാറുണ്ട്. അവരും കൂടി IHS ചാർജസ് കൊടുക്കാറുണ്ട്. സോ നമ്മളൊരാൾ ഹെൽത്ത് കെയർ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവരുടെയും കൂടി എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാം. നമുക്ക് അവരുടെയും കൂടി എമൗണ്ട് റീഫണ്ട് ആയിട്ട് കിട്ടും. അപ്പോൾ എത്ര എമൗണ്ട് ആണ് നമുക്ക് റീഫണ്ട് കിട്ടണമെന്ന് അറിയാലോ. അപ്പോൾ വേഗം അപ്ലൈ ചെയ്യുക.
അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മാക്സിമം കിട്ടാവുന്നവർക്കെല്ലാം ഈ ഒരു എമൗണ്ട് റീഫണ്ട് ചെയ്ത് കിട്ടട്ടെ. അപ്പോൾ ഇതേപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കണും കൂടി നിൽക്കുക. ഓക്കെ, ടാറ്റാ, ബൈ.